ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് പുറത്തോട്ടൊന്ന് നോക്കിയപ്പോഴേ ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്ന നല്ലൊരു കാഴ്ചയാണ് കണ്ടത്. ഒരു ഇത്തിരി കുഞ്ഞു കാഴ്ചയാണെങ്കിലും എനിക്കത് ഒത്തിരി സന്തോഷം തന്നൊരു കാഴ്ച കേട്ടോ. നമ്മുടെ കടലച്ചെടിയിൽ പൂവിട്ടിട്ടുണ്ട്. എല്ലാത്തേലും ഒന്നുമില്ല, ഒറ്റ ചെടിയേ പൂവിട്ടിട്ടുള്ളൂ. പക്ഷെ അത് കണ്ടപ്പോൾ ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് വേഗം തന്നെ അടുക്കളയിലെ പരിപാടിയൊക്കെ തീർത്ത് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ നേരെ മുറ്റത്തേക്ക് ഇറങ്ങുമായിരുന്നു കേട്ടോ. അങ്ങനെ പൂവ് നോക്കി വേറെ ചെടിയിലൊക്കെ ഏതെങ്കിലും ഉണ്ടോയെന്ന് വേറെ ഒന്നിലും ഇല്ലായിരുന്നു, ഈ ഒരെണ്ണത്തിൽ മാത്രം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കടലച്ചെടിയുടെ പൂവ്, നല്ല മഞ്ഞ കളറിൽ. ഈ പൂവ് വരുമ്പോഴത്തേന് കടലയിൽ ഇത് നിലക്കടല ഉണ്ടാകാറായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൂവ് കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിൻ്റെ ചോട്ടിൽ എല്ലാ കടലയുടെയും ചോട്ടിൽ കുറച്ച് നമുക്ക് വളമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മണ്ണെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ജൈവവളമാണ് എല്ലാ കടലയുടെയും ചോട്ടിലും, കടലയുടെ മാത്രമല്ല ഇവിടെ നിൽക്കുന്ന എല്ലാത്തിൻ്റെയും ചീരയുടെയും എല്ലാത്തിൻ്റെയും ചോട്ടിൽ കുറച്ച് ജൈവവളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈ കടല ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതൊക്കെ നമ്മൾ നിവർത്തി വെക്കാൻ നോക്കണ്ട കേട്ടോ. അതിൽ മണ്ണിട്ട് നമ്മൾ മൂടി കൊടുക്കുകയാണെങ്കിൽ ആ തണ്ടിൽ നിന്നൊക്കെ വേരിറങ്ങിയിട്ട് അതിൽ കടല ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് വളമൊക്കെ ഇട്ടതിന് ശേഷം എല്ലാ കടലയുടെയും ചുവട്ടിലേക്ക് കുറേശ്ശെ മണ്ണും കൂടെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നത് ആ ചായ്വ് വരുന്ന ആ വശം അങ്ങനെ താഴോട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് അവിടെ മൂടി വെക്കുക. അതിൻ്റെ ടിപ്പ് ഭാഗം പൊങ്ങി നിന്നാൽ മതി കേട്ടോ, അത് മണ്ണിട്ട് മൂടാതെ നിവർന്ന് തന്നെ നിന്നാൽ മതി. അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വല്ലതും കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ വഴിയെ കണ്ടറിയാം, എന്നാലും ഭയങ്കര ഒരു സന്തോഷം. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകൾ കേട്ടോ. മണ്ണൊക്കെ ഇട്ടിട്ട് വളം ഇട്ടതല്ല, അതുകൊണ്ട് തന്നെ വെള്ളം ജസ്റ്റ് ഒന്ന് തളിച്ചു വിട്ടിട്ടുണ്ട്. ഒരുപാട് വെള്ളമൊന്നും കടലച്ചെടി കൊഴിക്കരുത്, ചീഞ്ഞു പോകും, വേര് ചീഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തളിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഏറ്റവും നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.